അപ്പൊ എന്നിട്ട് പരിപാടി ഇന്ന് ജൂലൈ 16 ജൂലൈ 17 നമ്മുടെ റോയലിന്റെ ബർത്ത്ഡേ റോയലിന്റെ ഇന്നല്ല 18 അല്ല 17 ബർത്ത്ഡേ. ഇന്നിപ്പോ 16 12 മണി അല്ല 11 മണി കഴിഞ്ഞു രാത്രി 11:33. അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ. ഞങ്ങൾ ഉറങ്ങാണ്ടിരിക്കും, ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് ഓർത്ത് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ 12 മണി കറക്റ്റ് 12 മണി 17 ആവുമ്പോ നമ്മള് കറക്റ്റ് ഗിഫ്റ്റ് കൊടുക്കും അല്ലെ. മമ്മീനെ വിളിക്കണം. അപ്പൊ അതൊക്കെ ചെയ്യണം. എന്നിട്ട് മമ്മീനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കണം. ആള് റോയലി അവിടെ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്, തലവേദന തോന്നണേ. അപ്പൊ അങ്ങനെ കിടക്കണം തോന്നണല്ലേ. ആൾക്ക് എന്തൊക്കെയോ നല്ല പ്രതീക്ഷ ഗിഫ്റ്റ് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞങ്ങളും പറഞ്ഞോന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചോദിക്കായിരുന്നു എന്തിട്ട് ഗിഫ്റ്റ് കൊടുക്കണം, എന്തിട്ട് ഗിഫ്റ്റ് ഒരാഴ്ച മുമ്പ് പറഞ്ഞു. ഒരാഴ്ച മുന്നേ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ടൈമായി. അപ്പൊ കൊടുക്കാൻ ഞങ്ങൾ വലിയ സീരിയസ് ആക്കണം. അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ വലിയ ഇത് കൊടുക്കൂല. ആള് ഭയങ്കര കാര്യമുണ്ട്. എന്നാലും അമ്മ എന്തിട്ടാ മമ്മിയുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിക്കും ചിറ്റയുടെ മുങ്ങണ്ട അറിയാം എന്തുകൊണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇനി നമ്മ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമില് വീഡിയോ എടുക്കാം. അപ്പൊ ഇപ്പൊ കുറച്ച് ടൈം കൂടി ഉണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ഒരു ഇൻട്രോ എടുത്ത് വെച്ചാണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ എടുത്ത് വെച്ച ഗിഫ്റ്റുകളാണ് ഈ നേരം നിൽക്കുന്നത്. ഗിഫ്റ്റുകളാണ് ഈ കാണുന്നത്. പിന്നെ ഒരു കുഞ്ഞല്ല ഒരു വലിയൊരു ഗിഫ്റ്റ്, ബിഗ് സർപ്രൈസ് ഉണ്ട്. അത് മമ്മിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആള് കൊറേ ഹിന്റ് ചോദിച്ചു, ക്ലൂ പറ, അത് പറ, എങ്ങനെയാണോ ഇടാൻ പറ്റുന്നതാണോ. അപ്പൊ ഞങ്ങൾ കുറെ കുഴപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അവസാനം ആൾക്ക് മതിയായി. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് മമ്മിയുടെയാണ്. അപ്പൊ ഇതൊക്കെ ആരുടെയൊക്കെയാന്ന് പറ, എന്തൊക്കെയാണ് ഗിഫ്റ്റുകൾ എന്ന് പറ. ഇത് രണ്ടും നമ്മുടെ ഗിഫ്റ്റ്. ഇതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അയച്ചാണ് ഗിഫ്റ്റ്. അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആളൊട്ടും വിചാരിക്കില്ല കേട്ടോ. അത് എനിക്ക് അയച്ചു, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കത് കൊടുക്കണം. ഏറ്റവും അധികം സ്പെഷ്യൽ ആണ് ഗിഫ്റ്റ് ആയി കൊടുക്കണത്. അപ്പൊ ഇത് കൊടുത്തിട്ട് തുറന്നു കഴിയുമ്പോൾ എന്തിട്ടാന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റുകളും പിന്നെ മമ്മിയുടെ ഇരിക്കുന്ന ഗിഫ്റ്റും എന്തിട്ടാന്ന് കാണിച്ചോളൂ. എന്താ സംഭവം നമുക്കറിയില്ല. പക്ഷെ ആള് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചുണ്ടാക്കിയ ഗിഫ്റ്റാന്ന് എനിക്ക് മനസ്സിലായി ആളുടെ സംസാരം കൊണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ആളുടെ ഗിഫ്റ്റ് ആയി നമ്മൾ ആദ്യം കൊടുക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഗിഫ്റ്റ് അതൊക്കെ നമുക്ക് ഇനി തോന്നാണ് കൊടുക്കുന്ന സമയത്ത് കാണാം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി എല്ലാ ഗിഫ്റ്റുകളും റിവീൽ ചെയ്യും. ആളുടെ എക്സ്പ്രഷൻ വയ്യാത്തോണ്ട് എന്താ എനിക്ക് അറിയില്ല കേട്ടാ, തലവേദന എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആൾക്ക് എന്തൊക്കെയോ ഉണ്ട്. അത് നമ്മള് എന്താ പറയാ അറിയില്ല എന്താകുന്നു. ആ സമയത്ത് കാണാല്ലേ. അതെ അതെ. ഓക്കെ. അപ്പൊ മക്കളെ, ടെക്നോന്റെ ബർത്ത്ഡേ ആണ്. 24 വയസ്സിലേക്ക് കിടക്കണം. അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ്, മമ്മിയുടെ സർപ്രൈസ് ബിഗ് ഗിഫ്റ്റ്. മമ്മിയുടെ അല്ല, എല്ലാവരും മേടിച്ചതാണ്. ഗിഫ്റ്റാണ് മോതിരം. അത് നമ്മള് കാണിച്ചിരിക്കും. അവിടെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതെ, ചെറിയൊരു മോതിരം മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയമായി 10 മിനിറ്റ് ഇല്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് കൊണ്ടു കൊടുക്കാം. ഇപ്പൊ കൊടുക്കാം. എടുത്തോ എടുത്തോ. ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് ആദ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അയച്ച ആള് പറഞ്ഞിട്ടുണ്ട് ആദ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൂമിൽ കയറുമ്പോ തന്നെ ഒരു കാര്യം ആലോചിക്കണം, ലൈറ്റ് ഇടണം രണ്ടുപേരും കൂടി. എന്നിട്ട് രണ്ടുപേരും കൂടി ഇതൊക്കെ കൊടുത്തോളൂ. ഞാൻ വീഡിയോ എടുക്കായിരിക്കും. ഇത് ടെക്നോന്റെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ചു കൊടുത്തേക്കുന്നതാണ്. അത് ആദ്യം കൊടുക്കാനാണ്. അപ്പൊ നമുക്കത് ആദ്യം കൊടുക്കാം. അപ്പൊ ചെലവാന്നില്ലേ തുറക്ക്. പേടിയുണ്ട്. എന്തോ ഇത്ര നാളിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെ പൊളിയാൻ പോകുന്നു. ഞങ്ങളുടെ റോളസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ റോയലിന് ഒരു സ്പെഷ്യൽ വ്യക്തി അയച്ചിട്ടുണ്ട് ഗിഫ്റ്റ്. അതാണ് ആദ്യം കൊടുക്കാൻ പറഞ്ഞേ. സംഭവം ഇത് ബെസ്റ്റ് ഫ്രണ്ട് അയച്ചാണ്. അയച്ചു തന്നേക്കുന്നതാണ്. അത് ആദ്യം കൊടുക്കാൻ പറഞ്ഞേ. ഞങ്ങൾ ആദ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം അത് തരുന്നു. അപ്പൊ ആദ്യം അത് പൊട്ടിക്ക്. എന്നിട്ട് someone special for you. എന്റെ ദൈവമേ.
അത് തുറക്ക് തുറക്ക്. തുറക്കാണ്ട് ബാക്കി. അപ്പൊ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് സ്പെഷ്യൽ വ്യക്തി അയച്ച ഗിഫ്റ്റ് തുറക്കാൻ പോണ്. അത് തന്നെ ആദ്യം കൊടുക്കണമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് ആദ്യം അതാ കൊടുക്കാൻ പറഞ്ഞേ. കൊറിയറൊക്കെ ചെയ്ത് എനിക്ക് വയ്യ. അത് തന്നെ ഞങ്ങൾ ആദ്യം കൊടുത്ത് സ്വീകരിച്ചു. അത് പ്രസ് ചെയ്യടാ, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇതാവും. ഫേസ് ഫേസ് എന്തോ വലിയ സംഭവമാണ്. തുറക്ക്. ഞങ്ങൾക്കറിയില്ല. എന്നിട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെ അറിയാ? ഞങ്ങൾ തുറന്നു നോക്കിയില്ലല്ലോ. നീയാണ് തുറക്കേണ്ട ആള്. ഞങ്ങള് ഇപ്പോഴും തന്നെയല്ലേ കാണുള്ളൂ. സംഭവം കിട്ടി, സൂക്ഷിച്ചു വെച്ചു. അത്ര അതറിയില്ലല്ലോ. സർപ്രൈസ് ആയി പോയി. നമുക്ക് തുറക്കാം. കെട്ട് റിബൺ ആയിക്കേ. ഗൈസ് തുറക്കാൻ വേണ്ടി പോയിടെ. എന്റെ പൊന്നെ, അടിപൊളി അടിപൊളി. അമ്പോ, ഇത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സെറ്റ്. താങ്ക് യു. ഇതിവിടെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കരയാനായിട്ടുള്ളൊരു വകയൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ ഗൈസ്, ഇതിനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താന്ന്. ഇപ്പൊ കാണിച്ചു തരാട്ടാ. എന്റെ പൊന്ന് ഗൈസ്, ഞാൻ ശരിക്കും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ. ഈ സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. ഇതിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. എന്റെ പോലെ ഇത് ഫസ്റ്റ് തന്നെ ഒരു ടീഷർട്ട് സെറ്റ്. തിരിച്ചാടാ, തിരിച്ച് ബാക്ക് കാണിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. അടിപൊളി ഒരു ടീഷർട്ട്. പിന്നെ കീ ചെയിൻ. ഇതെനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതിലൊന്നും പറയാനില്ല. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് വീണ്ടും ഒരു കീ ചെയിൻ. എന്റെ മോനെ. പിന്നെ ഗൈസ് പൂക്കൾ ഉണ്ട് കേട്ടോ, ഒരു ലോഡ് മിഠായി. പിന്നെ മിഠായി കണ്ട, മിഠായി ഉണ്ട് ഇവിടെ. ഒരു ലോഡ് മിഠായി. കിറ്റ്കാറ്റ് ഉണ്ട്. സെറ്റ് ഗൈസ്, അടിപൊളി. ഇനി ഇത് നമുക്ക് താഴ്ത്തിക്ക് വയ്ക്കാം. പിന്നെ ഗൈസ് ഒരു ലോഡ് പൂവുണ്ട് കേട്ടാ. പൂക്കളുണ്ട്. പിന്നെ ഗൈസ് പിന്നെയുണ്ട്. പിന്നെ ലാസ്റ്റ് ഐറ്റം കൂടെ ഉണ്ട് ഗൈസ്. ഇത് എനിക്ക് ഫോട്ടോ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നോക്കി നോക്കാം. അതെ ഗൈസ്, ഇതിന്റെ ഫോട്ടോ തന്നെയാണ്. ഇതില് സെറ്റ് സാധനം. എന്റെ പൊന്നെ, താങ്ക് യു. അടിപൊളി സാധനം ഗൈസ് കേട്ടാ. അടിപൊളി ഫോട്ടോ ആയി. സെറ്റ്. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. ഒരു ഗിഫ്റ്റ് അപ്പൊ ഗൈസ് അപ്രൂവ്ഡ് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സർപ്രൈസ് ആയി പോയി അല്ലേ? സർപ്രൈസ് ആക്കി. ഇനി ഗൈസ് നമുക്ക് മമ്മിയുടെ പൂവിന്റെ ഒക്കെ ഗിഫ്റ്റ് നോക്കാം. മമ്മിയുടെ അല്ല, ഇത് എല്ലാവരുടെയും കൂടി മേടിച്ചു തന്നെ എനിക്ക്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നേ, ഇതെന്തിനാ മമ്മി? എന്റെ പൊന്നോ, കൈമേല് കടക്കൂലേ? കടക്കൂലി ഇനി മാറ്റി വെച്ചാൽ അതിനകത്തൊട്ടും കിടക്കൂല.
എന്റെ ഈ മോതിരം കാണുമ്പോൾ എനിക്ക് എന്തിനും ഓർമ്മ വരുന്ന അറിയാം ഓർമ്മയുണ്ട് അവരുണ്ടായത് ഗൈസ് എനിക്കൊരു മോതിരം ഉണ്ടായി ഗൈസ് ഞാൻ അവിടെ നിന്ന സമയത്ത് പോണ സമയത്ത് അല്ലെ പോയി ഇടയ്ക്ക് വന്നപ്പോ എങ്ങണ്ട അല്ലെ ഇടയ്ക്ക് വന്ന സമയത്ത് മമ്മി ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നുണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ അത് വിറ്റു ഗൈസ് വിറ്റു അത് വിറ്റിട്ടാണ് ലോണും കാര്യങ്ങളൊക്കെ അടച്ചതല്ലേ അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ അടച്ചത് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി പൊന്നു മമ്മിക്കും ചിറ്റയ്ക്കും പിന്നെ ഗൈസ് ചിറ്റയുടെ പൂവിന്റെ ഇതും ഞാൻ സർപ്രൈസ് ആയിട്ടാ ഇത് ഞാൻ ഉറപ്പായിട്ട് സർപ്രൈസ് ആവും ബാബുവിന് ഇതൊന്ന് പിടിച്ചു വെച്ചിട്ട് എന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ നോർമലി ഗിഫ്റ്റ് തരാറുണ്ട് പക്ഷെ എന്നാലും ഇത്ര വലിയ ഗിഫ്റ്റുകളൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാനീ പറഞ്ഞാലോ വല്ല ഷർട്ട് എന്തെങ്കിലൊക്കെ ആയിരിക്കും തന്നെ വേറെ വലിയ സംഭവം ഉണ്ടെന്ന് അറിയായിരുന്നു എക്സ്പ്രഷൻ ഷട്ടി ഉണ്ട് ഗൈസ് എന്റെ പൊന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വെച്ചിട്ടുണ്ട് അല്ലേ മീ ആവശ്യത്തിന് സെറ്റ് ഈ രണ്ട് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് അതും ഇതും ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ കൊള്ളാം ചിറ്റ് സെലക്ട് ചെയ്തേ അടിപൊളി സെറ്റ് സാധനം ഗൈസ് അബ്ബു രണ്ട് പുതിയ ടീഷർട്ട് ഇനി വീഡിയോയില് ടീഷർട്ട് ഇട്ട് വരാം വീഡിയോയില് പിന്നെ ഷഡ്ഡി ഇതും ഇല്ലാത്ത കളറാ ഗൈസ് അപ്പൊ ഷഡ്ഡിയും കിട്ടി ഗൈസ് അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിഫ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു ഒരു സാധനം ഉണ്ട് ഗൈസ് ലാസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്റെ റൂം നിറഞ്ഞു ഫോട്ടോയാണ് ഏത് ഫോട്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനേ ഫാമിലിയാണോ അമ്പോ ഇത് തിരിച്ചാ എന്റെ പൊന്നോ അടിപൊളി റൂമിൽ വെക്കാൻ ഫോട്ടോസ് അയഞ്ഞു വീണ്ടും റൂമിൽ നിറയും അടിപൊളിയായി ഗൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഗിഫ്റ്റാണ് 3 പേരും തന്നിരിക്കണേ മമ്മിയും ചിറ്റയും പിന്നെ ഫ്രണ്ടും അടിപൊളി എന്തായാലും ഞാൻ ഹാപ്പി മറക്കൂല അപ്പൊ മക്കളെ നമ്മളുടെ ഈ ഗോൾഡ് എടുത്തത് നമ്മളുടെ അഷ്ടമിശ്രയിലുള്ള മഹാബലി ജ്വല്ലറി എന്നാണ് അവിടുന്ന് പണിക്കാശില്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന സ്വർണം വാങ്ങാം പോയിക്കോളൂ കേട്ടാ അപ്പൊ ഗൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ പോവാൻ അതൊക്കെ നാളെ ഗൈസ് ബാക്കി പരിപാടികൾ ഞങ്ങൾക്ക് ഇരുന്നിട്ട് ഇരിക്കെ പൊറുതിയില്ല അപ്പൊ അതങ്ങോട്ട് കൊടുക്കാം എന്ന് കരുതി വന്ന് ഇവനെ ഉറങ്ങിയത് ശേഷം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഇങ്ങനെ വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു മനസ്സ് പറഞ്ഞു ഇപ്പൊ ടെക്നോന്റെ ബെസ്റ്റ് ഫ്രണ്ടേ ഹായ് താങ്ക് യു ഹായ് അപ്പൊ ഇനി നാളെ കാണാല്ലേ ബാക്കി പരിപാടികളൊക്കെ നാളെ ബാക്കി നാളെ അപ്പൊ മക്കളെ നമ്മുടെ ടെക്നോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് ഗിഫ്റ്റ് 12 മണിക്ക് കൊടുത്തു കഴിഞ്ഞു ഓരോന്നായിട്ട് കൊടുത്തു അപ്പൊ കേക്ക് കട്ട് ചെയ്യാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പൊ രാജ്യം മമ്മിയും പിള്ളേരും ചിറ്റ ഇപ്പൊ വരും ജോലി കഴിഞ്ഞ ആള് ഇപ്പൊ വരും ഇവിടെ ജംഗ്ഷനിൽ തന്നെയാണ് ജോലി ഗിഫ്റ്റ് ഒക്കെ തന്നോണ്ട് പോയത് അത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അടുത്ത് അമ്മയൊക്കെ അടുത്ത് അയ്യോ മമ്മി തിരി വേണ്ട മമ്മി അടുത്ത് ദീപന്റെ ഇത് മമ്മിയല്ലേ മമ്മി അപ്പുറത്തേക്ക് Happy birthday to you. Happy birthday to you. Happy birthday to you, Royal. Happy birthday to you. Good God bless you.
good God bless you. Daddy, Royal Daddy, Royal അവരുടെ വായിൽ വെച്ച് കൊടുക്ക്. ഒരു കുഞ്ഞു കഷ്ണം കണ്ടത്. Happy birthday to you. May the good God bless you. May the good God bless you. അത് കഴിക്കോ? നിനക്ക് കേക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? ഞാൻ എടുത്താലുള്ള പ്രശ്നം. ഒരു കേക്ക് ചുണ്ടെടുത്തായിരിക്കും. റോളപ്പൻ പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ മക്കളെ നമ്മ എന്നും മേടിക്കുന്ന ലെനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേക്ക് മേടിച്ചേക്കണേ. കേക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ. മഴയില്ല, നല്ല മഴ. നല്ല മഴ, നല്ല മഴയായി. കേക്ക് കട്ടിങ് കഴിഞ്ഞു. കേക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് മക്കളൊന്ന് കമന്റ് ചെയ്തോളൂ. മമ്മിയൊക്കെ നമുക്ക് ഇഷ്ടം ചിറ്റയുടെ ചിറ്റ് മമ്മിയൊക്കെ നമ്മളാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഗൈസ്, ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ്. കറക്റ്റ് അറിഞ്ഞു തന്നൂടെ ചിറ്റ. അപ്പൊ അതെ ഈന്തപ്പഴം ഉണ്ട് ഗൈസ്. പിന്നെ കാഷ്നട്ട്, ബദാം, പിസ്ത, കപ്പലണ്ടി, മുന്തിരി. ഹാപ്പി തിന്നാൻ പറ്റിയ ആള് വന്നല്ലോ. ആള് വർക്കിലാണ്. 9 ആള് വരട്ടെ. വരുമ്പോ കാണിച്ചു തരാം. വരുമ്പോ നമ്മ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇനി എന്നിട്ട് പരിപാടി? അപ്പൊ ഇനി ഗിഫ്റ്റ് നമ്മ കൊടുത്തതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ടു. മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ എന്നാ മക്കളെ ഇനി ഫുഡ് നമ്മ വെക്കുന്ന. അയ്യോ പായസം ഉണ്ടോ? പായസം ഇപ്പൊ കഴിക്കാം. ചിറ്റ വന്നിട്ട് കഴിക്കാം. എന്തായാലും കഴിക്കാം. പായസം വെച്ചിട്ടുണ്ട്. പരിപ്പ് പായസം വെച്ചിട്ടുണ്ട്. ഞാനും അമ്മ കൂടി. അപ്പൊ നമുക്ക് ഇനി പായസം കഴിക്കാം അല്ലെ? ഫുഡ് നമ്മ വെക്കല്ല നമ്മൾ ഇവിടുത്തെ അടുത്ത ബിരിയാണി ഹൗസ്, കാടുകുറ്റി ബിരിയാണി ഹൗസ് ഞങ്ങളുടെ ഫ്രണ്ടാണ്. സൂപ്പർ ഭക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാടുകുറ്റി വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ബിരിയാണി അവിടുത്തെ. ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി ദം ബിരിയാണിയൊക്കെ മേടിക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. ഇപ്പൊ കുറച്ചിടയിട്ട് സൂപ്പർ ബിരിയാണിയാണ് ഞങ്ങൾ ഗ്യാരണ്ടി. ഓക്കെ. അപ്പൊ മക്കളെ മമ്മി അവർക്ക് ബന്ധുക്കാർക്ക് കൊടുക്കാനായിട്ട് പായസം ഇപ്പൊ കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പായസം ഇത് പരിപ്പ് പായസം. നമ്മള് ഇവിടെ വെക്കുള്ളൂ. ചെറുപയർ പരിപ്പ് എന്ന് പറയാൻ മനസ്സിലാവില്ല. ചെറുപയറ് പരിപ്പ് പായസം. അപ്പൊ നമ്മ ഓണത്തിനും എക്കനോയലിന് ഇതാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഈ ഓണത്തിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മൂന് ഇഷ്ടം സേമിയാണ്. എനിക്ക് സേമിയ ഇഷ്ടം. അപ്പൊ ഇപ്പൊ നമ്മ പരിപ്പ് വെച്ച് ഞാൻ പരിപ്പ് ഫാനാണ്. അപ്പൊ നമ്മതെ പരിപ്പ് പായസം കൊണ്ടേ കൊടുത്തേന്. അവിടെ നിന്നോ നോക്കി അവിടെ വെച്ച് ടീ പോയി കൂടി ഇടാൻ പോകും. ടീ പോയി അമ്മുന്റെ ചിറ്റ വന്നിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്നാള് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കണേ. ഫുഡ് ഇതാണ് അല്ലേ? ഫുഡ് ഇതാണ് സൂപ്പർ ഫുഡാ. നെയിലാർട്ട് റോളക്സ് ഇവിടെ കിടന്ന് തല്ലി പൊളിച്ചോണ്ടിരിക്കുക. അവിടെ കിടന്ന് അടിപൊളി അതിന്റെ ഉള്ളിൽ കിടന്ന് തല്ലി പൊളിച്ചോണ്ടിരിക്കുക റോളക്സ്. എന്താ നമുക്ക് മക്കളെ ടെക്നോന്റെ ബർത്ത്ഡേ
എന്നിട്ട് ബർത്ത്ഡേ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.